ഹലോ ഗായ്സ്, വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് വിളിക്കുന്നത് ഏത് നഗരത്തെയാണ് എന്ന ചോദ്യത്തിന് നിങ്ങളെല്ലാവരും ചിലപ്പോൾ ആലപ്പുഴ എന്നായിരിക്കും പറയുക. എന്നാൽ വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് അപരനാമമുള്ള നിരവധി നഗരങ്ങളുണ്ട്. 16-ലധികം നഗരങ്ങളുണ്ട്. അതിലൊന്ന് മാത്രമാണ് ആലപ്പുഴ. ഈ വെനീസ് എവിടെയാണ്? ഇറ്റലിയിലെ മനോഹരമായ ഒരു നഗരമാണ് വെനീസ്. ഈ വെനീസിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്ക് എത്തിയ ഒരു കഥാപാത്രമുണ്ട്. ഷേക്സ്പിയർ തന്റെ ആസ് യു ലൈക്ക് ഇറ്റിലൊക്കെ പരാമർശിക്കുന്ന ഈ കഥാപാത്രം ഒരു സ്റ്റീരിയോടൈപ്പിക് കഥാപാത്രമാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് കഥാപാത്രമാണ്. ടിപ്പിക്കൽ വില്ലനാണ് ഇദ്ദേഹം. പണത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ പര്യായമായ കഥാപാത്രം. ഇയാളുടെ പേരെന്താണ്? ഇയാളുടെ പേരിൽ നിന്നും ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വന്ന വാക്കേതാണ്? അതിലേക്ക് നമ്മൾക്ക് വരാം. ഇത് ഇംഗ്ലീഷ് ചാനൽ. ബ്രിട്ടനെയും ഫ്രാൻസിനെയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക്. ഈ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് മിഹിർ സെൻ. ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ആരതി സാഹ. ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കുന്നത് ഒരു നദിയെയാണ്. ആ നദി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ്. ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്ന തലശ്ശേരിയെയും ഫ്രഞ്ചുകാരുടെ അധീനതയിലായിരുന്ന മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്നത് കൊണ്ടാണ് ഈ നദിയെ ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ചാനൽ ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചത്. അത് മയ്യഴി പുഴയാണ്. മയ്യഴി അഥവാ മാഹി. മയ്യഴി ഗാന്ധി എന്ന് വിളിക്കുന്നത് കുമാരൻ മാസ്റ്ററെയാണ് കേട്ടോ. ചിത്രത്തിൽ കാണുന്ന പൂവിന് മലയാളികൾ കടലാസ് പൂ എന്നാണ് വിളിക്കുക. ഇംഗ്ലീഷിൽ ഇതിന് ബൊഗെയിൻ വില്ല എന്ന് പറയും. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുഞ്ചാക്കോ ബോബൻ വില്ലനായി എത്തി ഞെട്ടിച്ച സിനിമയാണിത്. ഇത് സാക്സോഫോൺ എന്ന ഉപകരണമാണ്. നിരവധി ബോളിവുഡ് ചലച്ചിത്ര ഗാനങ്ങളിൽ നിങ്ങൾ കേട്ട സാക്സോഫോൺ, യശാം മസ്താനി, പെഹ്ലാ നഷ, ഓ മേരി ദിൽ കെ ചെയിൻ തുടങ്ങി നിരവധി ഗാനങ്ങളിൽ ഉപയോഗിച്ച സാക്സോഫോണാണ് ഇത്. ഈ സിനിമയാകട്ടെ വിനയ് ഫോർട്ടിനെ നായകനാക്കി രോഹിത് നാരായണൻ സംവിധാനം ചെയ്ത സിനിമയാണ്. രസകരമായ പേരാണ് ഇതിന്. സോമന്റെ കൃതാവ്. കൃതാവിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് സൈഡ് ബേൺസ്. അപ്പോൾ നമുക്ക് സൈഡ് ബേൺസായി, മാഹിയായി, ബൊഗെയിൻ വില്ലെ, സാക്സോഫോൺ. എന്താണ് ഈ വാക്കുകൾക്കൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യം? ഇതെല്ലാം എപ്പോണിമസ് വേർഡ്സ് ആണ്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ കഥാപാത്രത്തിൻ്റെയോ പേരിൽ നിന്നും വന്ന വാക്കുകളാണ് ഇത്. അഡോൾഫ് സാക്സ് ബെൽജിയം സംഗീതോപകരണ നിർമ്മാതാവായിരുന്നു ഇദ്ദേഹം. സാക്സോഫോൺ നിർമ്മിക്കുകയും പാറ്റന്റ് എടുക്കുകയും ചെയ്തത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് സാക്സോഫോണിന് ആ പേര് വന്നത്. കൃതാവ് അഥവാ സൈഡ് ബേൺസ്. അമേരിക്കൻ സൈനിക ജനറൽ ആയിരുന്ന ആംബ്രോസ് ബേൺസൈഡ് മട്ടൺ ചാപ്സ് ഹെയർ സ്റ്റൈലും പ്രത്യേക രീതിയിലുള്ള കൃതാവും ഒക്കെയായി വന്ന ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് സൈഡ് ബേൺസ് എന്ന പേര് വന്നത്. ബേൺസൈഡ് തിരിച്ചിടാൻ മറക്കരുത് കേട്ടോ. ബൊഗെയിൻ വില്ല, ലൂയി ആന്റോണി ഡി ബൊഗെയിൻ വില്ല എന്ന ഇദ്ദേഹത്തിന്റെ ഈ ഫ്രഞ്ച് ജനറലിന്റെ പേരിൽ നിന്നാണ് ബൊഗെയിൻ വില്ലയ്ക്ക് ആ പേര് ലഭിച്ചത്. ഇങ്ങനെ ഇംഗ്ലീഷ് ഭാഷയിൽ നിരവധി വാക്കുകളുണ്ട്. മെന്റർ, ബ്രെയിലി, സിഫിലിസ്. അപ്പോളോദേവനെ സ്ഥിരമായി ശല്യം ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രമാണ് സിഫിലിസ്. ഹോമറിന്റെ ഒഡീസിയിൽ പറയുന്ന കഥാപാത്രമാണ് മെന്റർ. അയർലാൻഡിലെ ഒരു എസ്റ്റേറ്റ് ഏജന്റ് ആയിരുന്ന വ്യക്തി, ക്ഷാമകാലത്തെ ആളുകൾ നികുതി കുറയ്ക്കാൻ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാൻ തയ്യാറാകാതിരുന്ന ആ വ്യക്തിയോടുള്ള പ്രതിഷേധ സൂചകമായി ആളുകൾ അയാളെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. അയാളോട് സംസാരിക്കുന്നതും അയാൾക്ക് സാധനങ്ങൾ കൊടുക്കുന്നതും ഒക്കെ നിർത്തി അയാളെ ഒറ്റയ്ക്കാക്കാൻ തുടങ്ങി. മഹേഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നൈസായിട്ട് ഒഴിവാക്കി. ഇയാളുടെ പേരിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ബോയ്ക്കോട്ട് എന്ന പേര് ലഭിച്ചത്. ഇയാളാണ് ചാൾസ് ബോയ്ക്കോട്ട്. ഇറ്റാലിയൻ സംവിധായകനായിരുന്ന ഫെഡറിക്കോ ഫെല്ലീനി സൃഷ്ടിച്ച ഒരു കഥാപാത്രമാണ് പാപ്പരാസോ. പാപ്പരാസോയിൽ നിന്ന് വന്ന ആളാണ് പാപ്പരാസി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ വെനീഷ്യൻ കഥാപാത്രം, അദ്ദേഹത്തിന്റെ പേരാണ് പാൻഡലോൺ. പാൻഡലോണിൽ നിന്നാണ് പാൻഡലൂൺ വന്നത്. പിന്നീട് ലോപിച്ച് നമ്മളൊക്കെ ഇടുന്ന പാൻസായി മാറിയത്. അപ്പോൾ നമുക്ക് ഒരു കഥ കൂടി പറഞ്ഞ് ഇത് നിർത്താം. 1600-കളിൽ 1605 ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അപ്പർ ഹൗസായ ഹൗസ് ഓഫ് ലോർഡ്സ് ബോംബ് വെച്ച് തകർത്ത് അന്നത്തെ പ്രൊട്ടസ്റ്റന്റ് രാജാവായിരുന്ന ജെയിംസിനെ കൊല്ലാൻ ശ്രമിച്ച സംഭവം അറിയപ്പെടുന്നത് ദി ഗൺ പൗഡർ പ്ലോട്ട് എന്ന പേരിലാണ്. ഈ ഗൺ പൗഡർ പ്ലോട്ടിന് നേതൃത്വം കൊടുത്ത വ്യക്തിക്ക് നൽകിയ ശിക്ഷ വളരെ ക്രൂരമായ ഒന്നായിരുന്നു. ടു ബി ഹാങ്ഡ്, ഡ്രോൺ ആൻഡ് കോട്ടഡ്. അതായത് കുതിരപ്പുറത്ത് വലിച്ചിഴച്ച് കൊണ്ടുപോയി പകുതി ജീവൻ പോകുന്നത് വരെ തൂക്കിലേറ്റി, പിന്നീട് കയ്യും കാലും തലയും ഒക്കെ വെട്ടിമുറിച്ച് പീസാക്കി ടവർ ഓഫ് ലണ്ടനിലൊക്കെയാണ് അവർ പ്രദർശിപ്പിക്കുക. ഇത്രയും ക്രൂരമായ ഈ ശിക്ഷാവിധി നേരിടേണ്ടി വന്ന ഈ വ്യക്തി ആരാണ്? ഈ വ്യക്തിയുടെ പേരിൽ നിന്നും ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വന്ന ആ വാക്ക് ഏതാണ്? ഇത് നിങ്ങൾ കണ്ടുപിടിക്കൂ ഗൈസ്. സോ ഈ കഥ ഇവിടെ തീരുന്നു. മറ്റു ചില വാക്കുകളുമായി അടുത്ത വീഡിയോയിൽ. ടിൽ ദെൻ, ഹാപ്പി ക്യൂസിംഗ്.